സഹോദരങ്ങളെ, ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുതറ താപം കൊണ്ട് മറയ്ക്കുന്ന മഹിഷറ വനസഭയിൽ എല്ലാ ജനവിഭാഗവും ഒരുമിച്ച് കൂടുകയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനിക്കുന്നത് വരെയുള്ള സകല മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന മഹിഷറ വനസഭ. അവിടെ കോടതിയിൽ ജഡ്ജിയായിട്ട് പടച്ചതമ്പുരാന് മാത്രമാണ്. അന്ന് പടച്ചതമ്പുരാനാണ് ജഡ്ജി, ഏക ജഡ്ജി അല്ലാഹു ആണ്. സഹോദരങ്ങളെ, വക്കീലുമാരില്ല വക്കാലത്തൊപ്പിട്ട് വാങ്ങാൻ. സഹോദരാവാദികളും പ്രതികളും സാക്ഷികളും നാളെ പരലോകത്ത് സജീവമാണ്. ആരും ആരെയും സഹായിക്കാനില്ല. ആ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോ കാത് തുറന്നൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ, നന്നായിട്ട് നെഞ്ച് ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എല്ലാവരെയും അല്ലാഹു പരലോകത്തൊരുമിച്ച് കൂട്ടുകയാണ്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം അടക്കമുള്ള കഴിഞ്ഞുപോയ പ്രിയപ്പെട്ട പ്രവാചകന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ജനതയോട് പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രവാചകന്മാരെ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ? എന്നെ പറ്റി നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, 950 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ശൈഖുൽ അംബിയാ രാവ് പകലും അതുപോലെ കമ്പോളങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും പള്ളികളിലും അതുപോലെ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ചെന്നിട്ട് പ്രസംഗിച്ചതാണ് നൂഹ് നബി അലൈഹിസ്സലാം. അവസാന നൂഹ് നബിയുടെ പ്രബോധനത്തിൽ മടുപ്പ് തോന്നിയ ജനങ്ങള് 2 വിരലുകള് കാതുകളിലേക്ക് തിരികെ വെച്ചിട്ട് ഓടി വിളിക്കാൻ തുടങ്ങിയെന്നല്ലേ ചരിത്രം പറയുന്നത്. ആ നിലയിൽ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം പൂർത്തീകരിച്ചപ്പോൾ, ഈസാ പ്രവാചകൻ പൂർത്തീകരിച്ചപ്പോൾ, മൂസാ പ്രവാചകൻ പൂർത്തീകരിച്ചപ്പോൾ, എല്ലാ പ്രവാചകന്മാരും അവിടെ ഉത്തരവാദിത്വത്തിൽ കളങ്കമില്ലാതെ അവരുടെ ബാധ്യതകൾ നിറവേറ്റിയപ്പോൾ ഈ ജനങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു: ഇല്ല അല്ലാ, പടച്ചവനെ, നൂഹ് ഞങ്ങളോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നിന്നെപ്പറ്റി ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല, ഈസായും മൂസായും ഞങ്ങളോട് നിന്നെപ്പറ്റി പ്രസംഗിച്ചിട്ടില്ല. ഏകനായ റബ്ബിന് സുജൂദ് ചെയ്യണമെന്ന്, 33 കോടി ദൈവങ്ങളെ പൂജിക്കാൻ പാടില്ലെന്ന്, കല്ല് മുതൽ കാഞ്ഞിര കുറ്റി വരെ, മുള്ളു മുതൽ മുരട് മുതൽ മൂർക്കം പാമ്പ് വരെ ആരെയും ആരാധിക്കരുത്, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കരുത് എന്ന് അല്ലാഹുവേ പടച്ചവനെ, ഇവരാരും ഞങ്ങളോട് പ്രസംഗിച്ചിരുന്നില്ല, ദഅവത്ത് ചെയ്തിട്ടില്ല. ആ സമയത്ത് പ്രവാചകന്മാരെ അല്ലാഹു ഹാജരാക്കുകയാ. സഹോദരിമാരെ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ സ്പഷ്ടമായി പറഞ്ഞ കാര്യമാണ്. അൽ ബഖറ 143-ാമത്തെ വചനത്തില് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സമയത്ത് പ്രവാചകന്മാരെ ഹാജരാക്കിയിട്ട് ആ പ്രവാചകന്മാരോട് ചോദിക്കുന്നു: ശരിയാണോ, നിങ്ങൾ എന്നെ പറ്റി പ്രസംഗിച്ചില്ലായിരുന്നോ? നിങ്ങൾ എന്നെ പറ്റിയിട്ട് ദഅവത്ത് നടത്തിയില്ലായിരുന്നോ? ആ സമയത്ത് പ്രവാചകന്മാർ സത്യം ചെയ്തിട്ട് പറയുന്നു: പടച്ചവനെ, ഞങ്ങൾ പ്രബോധനം നടത്തി, ഞങ്ങൾ ഒരുപാട് പ്രസംഗിച്ചവരാ, ഞങ്ങൾ ദഅവത്ത് നടത്തിയവരാ, പക്ഷേ ഇവർ അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് വീണ്ടും അവരോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായികളോട് ചോദിക്കുകയാണ്: നിങ്ങൾ ഈ പ്രവാചകന്മാര് പറയുന്നത് സത്യമാണോ? നിങ്ങളോട് ഇവർ എന്നെ പറ്റി പ്രസംഗിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പടച്ചവനെ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് നിന്നെപ്പറ്റി അറിയില്ലായിരുന്നു എന്ന് പച്ചക്കള്ള ആ പരലോകത്ത് കോടതിയിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരോട് പടച്ചതമ്പുരാൻ ചോദിക്കുകയാ: നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷികളുണ്ടോ? ഇത് കോടതിയാണ്, സാക്ഷികൾ വേണം. നിങ്ങൾ ദഅവത്ത് നടത്തി എന്നതിന് സാക്ഷികളുണ്ടോ? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സാക്ഷികളെ കൊണ്ടുവരികയാ. ആരാ സാക്ഷികളെന്നറിയോ? ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിലെ എറണാകുളം ജില്ലയിലെ രണ്ടാർക്കരയിലും നിങ്ങളെ അല്ലാഹു ഹാജരാക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പരവൂരിൽ
നരകത്തിലുള്ള എന്നെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആരൊക്കെ ഹാജരാക്കുന്നു? ഈസാ നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, മൂസാ നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, ഇബ്രാഹിം നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, നോഹ് നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ. ആരാ പെങ്ങളെ നമ്മള്? ആരാ നമ്മള്? നമുക്ക് അല്ലാഹു തന്ന പവർ തിരിച്ചറിയാത്തവരല്ലേ നമ്മള്? ആ സമയത്ത് നമ്മളെ ഹാജരാക്കിയിട്ട് നമ്മളോട് ചോദിക്കുന്നു, ശരിയാണോ നോഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ പ്രവാചകനും ഈസാ നബിയോ അവരുടെ ഉമ്മത്തുകളോട് പ്രസംഗിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും മറുപടി പറയും, പടച്ച റബ്ബേ പ്രസംഗിച്ചിട്ടുണ്ട്, അവര് ദഅവത്ത് നടത്തിയിട്ടുണ്ട്, അവർ അല്ലാഹുവേ നിന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അതാ പടച്ച തമ്പുരാൻ ഈ അനുയായികളോട് ചോദിക്കുന്നു, കണ്ടോ സാക്ഷികളുണ്ട്, സാക്ഷികള്. ആ സമയത്ത് നൂഹ് നബി മുതലുള്ള പ്രവാചകന്മാരുടെ അനുയായികൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ ഞങ്ങൾ ഭൂമി ലോകത്ത് പോയി ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്നിട്ട് എത്ര സഹസ്രാബ്ദം കഴിഞ്ഞിട്ടാ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പടച്ചവനെ ഇവര് ഭൂമിയിൽ ഉദയം ചെയ്തത്? നൂഹ് നബിയുടെ ജനത പറയുകയാ, സഹസ്രാബ്ദങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് പടച്ചവനെ ഞങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് പോയിട്ട് എത്രയോ ആയിരത്താണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉമ്മത്ത് മുഹമ്മദ് ഭൂമിയിൽ ഉദയം ചെയ്തത്? പിന്നെങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രസംഗിച്ചു എന്നവർ സാക്ഷി നിൽക്കുന്നത്? അല്ലാഹു ഉടനെ നമ്മളോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങളെ കളവ് പറഞ്ഞവരാണോ? നിങ്ങളെ കള്ളം പറഞ്ഞവരാണോ? നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പ്രവാചകന്മാര് ദഅവത്ത് നടത്തിയെന്ന് സാക്ഷി നിന്നവരല്ലേ? ചോദിക്കട്ടെ, നിങ്ങൾ ഭൂമിയിൽ പോകുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പല്ലേ ഈസാ നബിയും മൂസാ നബിയും സാലിഹ് നബിയും ഹൂദ് നബിയും ഇബ്രാഹിം നബിയും നോഹ് നബിയോ സക്കരിയാ നബിയും ശുഐബ് നബിയും യൂസുഫ് നബിയും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞത്? പിന്നെങ്ങനെ നിങ്ങൾ സാക്ഷിയായി? പിന്നെ നിങ്ങളെങ്ങനെ സാക്ഷിയായി? ആ സമയത്ത് സഹോദരങ്ങളെ, നമ്മളാണ് അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായവർ, നമ്മളാണ് ശ്രദ്ധേയമായവർ. ആ സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രണ്ടാർക്കരയിലെ ഈ അനുഗ്രഹീത സദസ്സിൽ വന്ന എന്റെ സഹോദരിമാര് അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പടച്ചവന്റെ മുമ്പിൽ പറയുന്നൊരു വാക്കുണ്ട്. എന്റെ പുരുഷന്മാരായി കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും അള്ളാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? പടച്ചവനെ, ഈ പ്രവാചകന്മാര് ഇവരോട് പ്രസംഗിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷിയാണ്. അല്ലാഹ് ചോദിക്കുന്നു, ശരി, ഞാൻ പ്രവാചകന്മാരെ വെറുതെ വിട്ടേക്കാം, പക്ഷേ ചോദിക്കട്ടെ, അവര് മരിച്ചിട്ടല്ലേ നിങ്ങൾ, അതും 1000 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഭൂമിയിൽ പോയത്? പിന്നെങ്ങനാണ് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അർസൽത ഇലൈനാ റസൂല, അള്ളാഹുവേ നീ ഞങ്ങൾക്കൊരു ദൂതൻ അയച്ചില്ലായിരുന്നോ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, അർസൽത ഇലൈനാ റസൂല, ഒരു ദൂതനെ ഞങ്ങൾക്ക് അയച്ചില്ലായിരുന്നോ? അല്ലാഹ് പറയും, അതെ. അൻസൽത ഇലൈനാ കിതാബ, ഞങ്ങൾക്കൊരു ഗ്രന്ഥം നീ തന്നില്ലായിരുന്നോ? ഖുർആൻ, അതെ. അഖ്ബർതനാ ഫീഹി അന്നർ റുസുല ബിതബ്ലീഗിർ റുസുലി, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് എത്ര സ്ഥലത്താ പടച്ചോനെ നീ പറഞ്ഞത് നൂഹ് നബി ദഅവത്ത് ചെയ്തു എന്ന്, ഇബ്രാഹിം നബി ദഅവത്ത് ചെയ്തു എന്ന്, മൂസാ നബി ദഅവത്ത് ചെയ്തു എന്ന്? ഒരിക്കലും ഒരു പ്രവാചകന്മാരും അവരുടെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് നിന്റെ ഖുർആൻ, നീ ഇറക്കിയ ഖുർആൻ, നീ അയച്ച ദൂതൻ ഞങ്ങളെ പഠിപ്പിച്ചു തമ്പുരാനെ. അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷി നിൽക്കുന്നത്. ആ സമയത്ത് ഹാജരാക്കുന്നു ആരെ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഹാജരാക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളാണ് താരം, നമ്മളാണ് താരം. മൂസ പ്രവാചകന് വേണ്ടി വാദിക്കുന്ന സാക്ഷികൾ നമ്മളാണ്. അത്രയും ക്വാളിറ്റി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഇനിയും നമ്മൾ അശ്രദ്ധയുടെ മൂടുപടം അണിഞ്ഞിട്ട് മൂടി പുതച്ച് നിദ്രയിലാണ്. അതിനെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായി ആകാനുള്ള ഭാഗ്യം കിട്ടിയതിൽ
അഭിമാന പുളകിതരായിക്കൊണ്ട് സ്വന്തമായി നാളെ പടച്ചവന്റെ മുമ്പിൽ നിന്നിട്ട് മുത്തുനബിയുടെ അനുയായിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് കഴിഞ്ഞുപോയ പുണ്യ പ്രവാചകന്മാർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാക്ഷികളായി നമുക്ക് മാറാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടെന്ന തിരിച്ചറിവിൽ ഇന്നത്തെ രാത്രി മുതൽ ജീവിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ അള്ളാന്റെ റസൂലിനെ ഹാജരാക്കാൻ അങ്ങനെ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹാജരാക്കി. അള്ളാന്റെ റസൂലിനോട് അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ള ചോദിക്കുകയാണ്, ഓ നബിയെ, ഈ അനുയായികൾ പറഞ്ഞത് ശരിയാണോ? ഈ അനുയായികൾ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ ഈ ഖുർആൻ ഓതിയിട്ട് എവരോട് പറഞ്ഞിരുന്നോ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരായ അമ്പിയാക്കളുടെ ദഅവത്തിനെ പറ്റി? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് പറയും, ബലാ പടച്ചോനെ, അതെ, ഞാൻ എൻ്റെ ഉമ്മത്തികളോടത് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് കേട്ടോളി. അതിനെപ്പറ്റി ഖുർആൻ എന്തു പറഞ്ഞു എന്ന് കേട്ടോളി. നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് നിയോഗിതരായതെന്നും നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനു വേണ്ടി പടയ്ക്കപ്പെട്ടു എന്നും ഈ ഒരൊറ്റായത്ത് മതി. ഞാൻ പറയുന്നത് തൊട്ടു മുമ്പിൽ പറഞ്ഞ 142 ആയത്ത് പരിചയപ്പെടുത്തുന്നത് കഅബയുടെ കിബിലയുടെ മാറ്റത്തിലൂടെ ഈ ദുനിയാവിൽ ആധിപത്യം നമുക്കാണ്, നമ്മളാണ് ഇവിടുത്തെ രാജാക്കന്മാര്, നമ്മളാണ് ഇവിടുത്തെ നേതൃത്വം എന്ന് ലോകത്തിന് അല്ലാഹു തെളിയിച്ചു കൊടുത്തതാണ്. ഇനി ദുനിയാവിൽ പോരല്ലോ, നാളെ ആഖിറത്തിൽ വേണമല്ലോ. അതുകൊണ്ട് പടച്ചതമ്പുരാൻ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ശരിയാണോ നിങ്ങളുടെ ഉമ്മത്തികളോട് നിങ്ങളത് പറഞ്ഞിരുന്നോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുകയാ. ഇതിനെപ്പറ്റി സൂറത്തുൽ ബഖറ 143 അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത്താ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ല പറയുകയാണ്, നിങ്ങളെ ഒരു മധ്യമ സമൂഹമായി അല്ലാഹു നിയോഗിച്ചിരിക്കുകയാണ്, നീതിയുടെ വക്താക്കളായി നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ടോ അല്ല പറയുകയാണ്, ലിതകൂനൂ ശുഹദാ അലന്നാസ്, നാളെ പരലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളാണ് സാക്ഷികളാകുന്നത്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് അനുകൂല സാക്ഷിയായി വരികയും ചെയ്യുന്നതാണ്. ഈ 2 ആയത്തുകൾ അല്ല ചേർത്ത് വെച്ചിട്ട് ദുനിയാവിലും നമ്മളാണ് രാജാക്കന്മാര്, ആഖിറത്തിലും നമ്മളാണ്. ഈ നമ്മളെന്ന് പറഞ്ഞാരാ? ഞാനും നിങ്ങളും, വേറെ ആരുമല്ല. നമ്മളാണ് അവിടുത്തെ താരം, നമ്മളാണ് അവിടുത്തെ നേതാക്കന്മാര്. അള്ളാഹു ആ തിരിച്ചറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ, ഈ സമുദായത്തിന്റെ ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകൂല. ജഅഫർ റളിയല്ലാഹു തആല ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കൈഫ തുഹ്ലകുൽ ഉമ്മ, ഈ സമുദായം എങ്ങനെ നശിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കാരണം അന അവ്വലുഹാ, അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അതിന്റെ ഒന്നാമൻ ഞാനും, വൽ മഹ്ദി വസ്തുഹാ, ഇമാം മഹ്ദി അതിന്റെ ഇടയ്ക്ക് വരുന്നയാളും, വൽ മസീഹു ആഖിറുഹാ, അവസാനം റൂഹുല്ലാഹി ഈസാ നബി അതിന്റെ സമാപ്തി കുറിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ഉമ്മത്ത് എങ്ങനെ നശിക്കാനാ? ഈ ഉമ്മത്ത് നശിക്കൂല. ഈ ഉമ്മത്ത് ഒരിക്കലും പരാജയപ്പെടൂല. ഫലസ്തീനിൽ പാവപ്പെട്ട പൊന്നുമക്കൾ ചതച്ചരയ്ക്കപ്പെട്ടിട്ടുണ്ട്. കഠിനമായ പീഡനങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ചെറിയ വാഹനങ്ങളിൽ ഇസ്രയേലിന്റെ നായ്ക്കൾ കടത്തിവിടുന്ന ഏതെങ്കിലും ട്രക്കുകളിൽ കഴിക്കാനുള്ള ചെറിയ പത്തിരിയും റൊട്ടിയുമായിട്ട് വരുന്ന ഏതെങ്കിലും വാഹനങ്ങൾ, ആ വാഹനങ്ങൾ തങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ആഴ്ചകളായി പട്ടിണി കിടക്കുന്ന പലസ്തീന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അവിടെ കൈയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് വാഹനത്തിന്റെ ഗ്ലാസ്സിൽ അടിച്ചിട്ട് നിലത്ത് വീഴുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓടിച്ചെന്നെടുക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്ന സമയത്ത് കയറി ഭക്ഷണം എടുത്തിട്ട് കുഞ്ഞിനെ ഒരു കയ്യിലും എടുത്തിട്ട് പോയിട്ട് വാരി വലിച്ച് തിന്നുന്ന പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളായി പലസ്തീന്റെ മക്കൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തോ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം കൊടുക്കുന്ന ഇസ്രയേൽ നരാധമന്മാർ, അവര് നല്ല നിലയിൽ സുഭിക്ഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും. ഇവിടെ കഠിനമായ രോഗം. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അവറുകൾ ഏറ്റവും, ഞാൻ ഉസ്താദിനെ ഒരു 3, എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന
KP ഉസ്താദ് വഫാത്താകുന്നതിന് ഒരു 1.5 ആഴ്ച മുമ്പ് ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. വിസിറ്റേഴ്സിന് അലോഡല്ലാത്ത നിലയിൽ ICUവിന് സമാനമായി ഒരു റൂമിനകത്ത് പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് അവർകൾ കഠിനമായ വേദന സഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒറ്റപ്പെട്ട്. കാരണം എന്താ? ധീരമായി ഭരണാധികാരികളുടെ അക്രമകാരികളുടെ മുമ്പിൽ ചെറുവിരൽ ചൂണ്ടി സംസാരിച്ചിരുന്ന മഅദനി ഉസ്താദിന്റെ കൈ നന്നായിട്ട് ഉയരുന്നില്ല. ഇടറാതെ പതറാതെ 10,000-കണക്കിന് ആളുകളോട് മണിക്കൂറുകളോളം ധീരമായി ഈ സമുദായത്തിന് വേണ്ടി പ്രസംഗിച്ച അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ നാവുകൾ കുഴയുന്നു. സ്ട്രോക്ക് ബാധിച്ചിട്ട്, ശത്രുക്കളുടെ ബോംബേർ കൊണ്ട് മുറിക്കപ്പെട്ട കാലിൽ പഴുപ്പ് ബാധിച്ചിട്ട് ആ ഭാഗത്ത് തുണി പിടിച്ചിടാൻ കഴിയാത്ത രീതിയിൽ കഠിനമായ വേദന സഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ മഅദനി ഉസ്താദ് പരാജയപ്പെട്ടു പോയി എന്ന്? ഇല്ല. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ തന്നെ നവമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന കഠിനമായ മനുഷ്യത്വരഹിതമായ ഹീനമായ പീഡനങ്ങളെ തൻ്റെ വാഗ്ധോരണി കൊണ്ട് ശക്തമായ ഭാഷയിൽ ഈ സമൂഹത്തെ മുഴുവനും ഓർമ്മപ്പെടുത്തി. അതൊക്കെ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ കണ്ടിട്ട് സമൂഹം ബോധവാന്മാരായപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കാൻ അല്ലാഹു തആല ബാക്കി വെച്ചു അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വേറെ ഒരാഗ്രഹങ്ങളും ഇനി ഉസ്താദിനില്ല. ദീനിന്റെ ഖിദ്മത്തും സ്വലാത്തുകൾ ചൊല്ലിപ്പിക്കാനുള്ള ആ ഒരു താല്പര്യവുമായിട്ട് അൻവാറിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദീനി ഖിദ്മത്തുമായി കഴിയണമെന്ന ആഗ്രഹം. കാരണം പറയേണ്ടതൊക്കെ പറഞ്ഞു, പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞു, പറയേണ്ട ഘട്ടങ്ങളിൽ പറഞ്ഞു. അതെല്ലാം കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഫലസ്തീനികൾ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഭീകരവാദത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും അടിച്ചമർത്തപ്പെടുമ്പോഴും എന്തിനേറെ ലീഗൽ പരമായിട്ട് നമുക്ക് ഇന്ത്യ രാജ്യത്ത് പൗരത്വം നിങ്ങൾക്കില്ല എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പടിയാണ് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല എന്ന് വരുത്തി തീർക്കൽ. അതിനാണ് SIR കൊണ്ടുവന്നത്. ആ നിലയിൽ ഒരു സമൂഹത്തെ മുഴുവൻ ഇപ്പോഴും നമ്മൾ പറയാ, ഓ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമല്ലേ, അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് ഇപ്പൊ പലരും. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പോഴും അല്ലാഹു തആല തന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി. വാപ്പായ വേറെ റൂമിനകത്താക്കി, ഉമ്മായ വേറെ റൂമിൽ കൊണ്ടുവന്നാക്കി, പ്രായമുള്ള വാപ്പ കാജാ ബീഡിയൊക്കെ വലിച്ചിട്ട് പുകവിടുമ്പോ നിന്റെ മനോഹരമായ വീട്ടിൽ ആ പുക ചുരുളുകൾ ഇങ്ങനെ നടക്കുമ്പോ നിനക്കൊരു അസ്വസ്ഥത. ഇതേപോലെ ബീഡി വലിച്ചിട്ട് തന്നെ നിന്നെ വളർത്തിയത്. നിന്റെ ഉമ്മ മുറുക്കിയിട്ട് മുറുക്കാൻ തുപ്പൽ നിന്റെ വീടിന്റെ കോലായിൽ തുപ്പി വെക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയ നാണം കെട്ട മോനെ, ആ മകന് ഇതേ മുറുക്കി തുപ്പിക്കൊണ്ടാണ് തലയിൽ കല്ല് ചുമന്നിട്ട് നിന്നെ വളർത്തിയത്. ഇപ്പൊ നീയും നിന്റെ പെണ്ടാട്ടിയും തട്ടാനുമായി സ്വസ്ഥമായിട്ട് ഇങ്ങനെ കഴിയാ. നിന്റെ ഉമ്മ വേണ്ട, വാപ്പ വേണ്ട. അള്ളാഹു പണി തന്നു. എന്ത് പണിയാ? ഇപ്പൊ ഓരോരുത്തരും ഉമ്മാടെ വാപ്പാടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. വാപ്പാടെ പേരെന്താ വാപ്പ? ഉമ്മാടെ പേരെന്താ ഉമ്മ? ഉമ്മയുടെ കുടുംബത്തിന്റെ പേരെന്താ? 2022 അഥവാ ഈ 2002 2002 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരിലേക്ക് മാച്ച് ചെയ്തിട്ട് വേണം നിന്റെ പേരും ഉറപ്പാക്കിയിട്ട് ഇവിടെ കഴിയാനെന്നുള്ള നിന്റെ ചിന്ത. അള്ളാഹു തന്ന പരീക്ഷണമല്ലേ. ദാ തൊടുപുഴയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നസീർ സാഹിബ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ നല്ല പ്രായമുള്ള സ്ത്രീയാണ്. ആ ഉമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ICUവിലേക്ക് കയറ്റുമ്പോൾ കരഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. കരഞ്ഞിട്ട്. പ്രായം എത്ര ചെന്നു?
പക്ഷെ ആ ഉമ്മാക്ക് രോഗമാണെന്ന് കണ്ടപ്പോൾ ആ മോന്റെ ചങ്ക് പൊട്ടി. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. സഹോദരങ്ങളെ, ആർക്കാ വേദനിക്കാത്ത ഒറ്റ കൗമേ ഉള്ളൂ, ഈ ആരിഫ് ഹുസൈനെ പോലുള്ള എക്സ് മുസ്ലിം എന്ന യമുക്കൽക്ക് അല്ലേ? ഇവനൊന്നും വേദനിക്കൂല. ഉമ്മ മരിച്ചപ്പോൾ ഹൂറന്മാരില്ലാത്ത സ്വർഗത്തിലേക്ക് ജിഹാദിയായ എൻ്റെ ഉമ്മ യാത്രയായി എന്ന് എഴുതുന്ന ഏറ്റവും കുരുത്തം കെട്ട മോനായി ആരിഫ് ഹുസൈൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം അങ്ങ് വിട്ടേക്കാം. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ കാര്യമാണ്. മനുഷ്യർക്ക് സങ്കടമാ പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും അവരെയൊക്കെ നമുക്ക് വല്ലാത്തൊരു പുച്ഛമാണ്. ഇപ്പോഴും നമുക്ക് വല്ലാത്തൊരു പുച്ഛമാണ്. അള്ളാഹു തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, കൈഫ തുഹ്ലകുൽ ഉമ്മാ, എന്റെ സമുദായം എങ്ങനെ നശിക്കുമെന്നാണ്. കാരണം അന അവ്വലുഹാ, ആദ്യത്തെ ആള് ഞാനാണ്. വൽ മഹ്ദി വസ്തുഹാ, മഹ്ദി ഇമാം അതിന്റെ മധ്യത്തിൽ വരുന്നുണ്ട്. വൽ മസീഹു ആഖിറുഹാ, അവസാന കാലത്ത് ഈസാ മസീഹ് വരുന്നുണ്ട്. പിന്നെ ഈ സമുദായം എങ്ങനെ നശിക്കാനാ? നശിക്കൂല പെങ്ങളെ, നശിപ്പിക്കാൻ ലോകത്തൊരു പൊന്നുമോന് കഴിയൂല. പക്ഷേ നമ്മളെ തിരിച്ചറിയണം. ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ പൗരത്വം നൽകിയിട്ട്, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ ഔന്നത്യം നൽകിയിട്ട് ഒരു കിബില മാറ്റത്തിലൂടെ നമ്മളാണ് നേതാക്കന്മാരെന്ന് അള്ളാഹു തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മളാണ് താരമെന്ന് അള്ളാഹു ലോകത്തുള്ള കോടിക്കണക്കിന് സൃഷ്ടികളുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും സാക്ഷികളാക്കി അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ്വജനങ്ങളുടെ മുമ്പിലും നമ്മളാണ് താരമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ പറയുന്ന പ്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ വരട്ടെ സഹോദരങ്ങളെ, പൊന്നാര നബിതങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പേരിലാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നിങ്ങൾക്ക് വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല, വേറെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. ഈ വിശാലമായ മജ്‌ലിസിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പങ്കാളികളായത് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകരോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ലേ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഉമ്മ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണോ? ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന് ഖുർആൻ ഒരു അടയാളം പറയുന്നുണ്ട്. ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹത്തിന് ഖുർആൻ ഒരു അടയാളം പറയുന്നുണ്ട്. ഈ രണ്ടടയാളങ്ങളും നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിന്റെ രണ്ടായത്തുകൾ കൊണ്ട് പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അകദാരിന്റെ അകക്കാമ്പിലാണ് കല്ലിട്ടുറപ്പിച്ച അനുരാഗത്തിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, ആ നബിയോടുള്ള സ്നേഹത്തിന്റെ പാലാടി പരന്നൊഴുകുമ്പോ, സ്വലാത്തായി, ഇത്തിബായി, ത്വാഅത്തായി, മഹബ്ബത്തായി പ്രവാചകരെ എങ്ങനാണോ നടന്നത്, എങ്ങനാണോ ഇരുന്നത്, എങ്ങനാണോ കഴിച്ചത്, എങ്ങനാണോ കുടിച്ചത്, എങ്ങനാണോ പ്രിയപ്പെട്ട പ്രവാചകന് സഞ്ചരിച്ചത്, അതുപോലെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന അനുയായികളായി എനിക്കും നിങ്ങളൊക്കെ മാറണമെങ്കിൽ അള്ളാന്റെ ഖുർആൻ രണ്ട് സ്നേഹത്തെ പരിചയപ്പെടുത്തുകയാ. രണ്ടാർക്കരയിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, സ്നേഹം ആരോടാ വേണ്ടത്? ഇന്നലെ നീ കണ്ട കാമുകന്റെ കൈ പിടിച്ചിട്ട് നിന്റെ പ്രിയപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ് നീ ഒളിച്ചോടുമ്പോ, ഇന്നലെ കണ്ടവന്റെ കൂടെ കണ്ട പെണ്ണിന്റെ കൂടെ നീ ഒളിച്ചോടുമ്പോ, ഏ ചെറുപ്പക്കാരാ, സ്നേഹിക്കാൻ നിന്റെ മുന്നിൽ ഏറ്റവും ബാധ്യതയുള്ളത്, സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്, നിന്നെ നീയാക്കി മാറ്റിയ, എന്നെ ഞാനാക്കി മാറ്റിയ, അല്ല നമ്മളാക്കി മാറ്റിയ റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ. എങ്ങനെയാണ് സ്നേഹമെന്നറിയോ? ആത്മാർത്ഥതയുള്ള സ്നേഹത്തിന്റെ ഉദാഹരണം അല്ല പറയുകയാണ്. ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹത്തിനെ പറ്റിയും അല്ലാഹു പരിചയപ്പെടുത്തി. ഇതിലേത് സ്നേഹമാണ് എനിക്കുള്ളതെന്ന് അവനവന്റെ മുഖത്തേക്ക്, അവനവന്റെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കും. ആരാന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, സ്വന്തം നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കേ, ഇതിലേത് സ്നേഹമാണ് നിനക്കുള്ളത്? ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹത്തിന്റെ ഉദാഹരണം അല്ല പറഞ്ഞതെന്തെന്നറിയോ? സൂറത്തുൽ ബഖറയിലെ തന്നെ അല്ല പറയുകയാണ്, വമിനൻ നാസി മൻ യുജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഹിസാബ്.
സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹുവിന്റെ കലാം പരിചയപ്പെടുത്തുന്നത് ആരെപ്പറ്റി എന്നറിയോ? അഖ്നസ് ബിൻ ശരീഖു സഖഫി എന്ന് പറയുന്ന ഒരാള് പൊന്നാര നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് വാചാലനാവുകയാ. എനിക്ക് നിങ്ങളെ ഉള്ളൂ നബിയെ, എന്റെ മനസ്സ് മുഴുവനും നിങ്ങളാണ് ദൂതരെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് എന്റെ പ്രപഞ്ചം നബിയെ എന്ന് പറഞ്ഞിട്ട് വാചാലനായി കസർത്തുകൾ നടത്തിയപ്പോ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബത് കേട്ട് നിൽക്കുകയാണ്. നബിയെ, അങ്ങയോടുള്ള സ്നേഹം എന്നെ വല്ലാതെ എന്നെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ ഈ അഖ്നസ് ബിൻ ശരീഖു സഖഫി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ കന്നുകാലികളെ കൊന്നിട്ട് പോവുകയാ, ആട്ടിൻപറ്റങ്ങളെ കൊന്നൊടുക്കിയിട്ട് പോവുകയാ, അവരുടെ ഉപജീവന മാർഗമാകുന്ന കൃഷിയിടങ്ങളെ മുഴുവനും നശിപ്പിച്ചിട്ട് പോവുകയാ. ആ സമയത്തതാ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കൊടുക്കുന്നു സൂറത്തുൽ ബഖറ 204, 205 ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുകയാ. അല്ലാഹു പറയുന്നു, നബിയേ, വമിനന്നാസി മൻ യുജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ, ഈ പ്രപഞ്ചത്തിലെ ചില ആളുകളുടെ വാക്കസർട്ടുകൾ അങ്ങയെ അത്ഭുതപ്പെടുത്തും നബിയേ, അവർ വന്ന് വല്ലാതെ വാക്കുകൾ കൊണ്ട് അങ്ങയെ കീഴ്പ്പെടുത്തും റസൂലേ. പലരും പറയാറുണ്ടല്ലോ, എന്റെ നെഞ്ചകത്ത് മുത്തുനബിയാ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ റസൂലാ, എനിക്ക് ഏറ്റവും വലുത് എന്റെ ഹബീബാ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് എനിക്ക് വലുതെന്ന് പലരും പറയാറുണ്ടല്ലോ. എന്നാ അറിയണേ, ഈ മനുഷ്യൻ തിരിച്ചു പോകുന്ന സമയത്ത് എന്താ ഉണ്ടായത്? സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നത്, വയശ്ഹദുല്ലാഹ അലാ മാ ഫീ ഖൽബി വഹുവ അലദ്ദുൽ ഖിസാം. ഈ വന്നവന് ബദ്ധവൈരിയാ നബിയെ, ഈ വന്നവന് ബദ്ധവൈരിയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ മനുഷ്യൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തി, അല്ലാഹുവിനെ കൊണ്ട് ആണയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ അയാളുടെ മനസ്സിന്റെ ഉള്ളറകളിലുള്ളത് അല്ലാഹുക്കറിയാം. നബിയെ, അങ്ങയോട് പറയും അങ്ങയോട് ഇഷ്ടമാണ് എന്ന്. പക്ഷെ അയാളെ തിരിച്ചു പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? വൈദാ തവല്ലാ സഅ ഫിൽ അർള്, അയാള് ഭൂമിയിൽ അയാള് പോകുന്ന വഴിയില് അല്ല പറയുന്നു, ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, അയാള് പോകുന്ന വഴിയിലെ കൃഷിയിടങ്ങളെ നശിപ്പിച്ചു, അതുപോലെ കന്നുകാലികളെ മുഴുവനും കൊന്നൊടുക്കി. അയാള് നാശകാരിയാണ് നബിയെ, അയാള് ബദ്ധവൈരിയാണ്. വഹുവ അലദ്ദുൽ ഖിസാം. അയാൾക്ക് അല്ലാഹു ഇട്ട പേരെന്തെന്നറിയോ? അഖ്നസ് ബിൻ ശരീഖു സഖഫിയെ പ്രത്യേകിച്ചും സമാന ചിന്താഗതിക്കാരെ പൊതുവെയും അല്ലാഹു ഇട്ട പേര് അലദ്ദുൽ ഖിസാം. അവൻ ബദ്ധവൈരിയാണ്.